ഇന്ന് വൈകുന്നേരത്തേക്ക് ചായയും കടിയും ഒന്നിച്ചാക്കിയാലോ? അപ്പോൾ ഒന്നിൽ ചായക്ക് വെള്ളം വെച്ചോ, ഇപ്പുറത്ത് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് ഒരു പാനിലേക്ക് ഇട്ടോട്ടോ. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് റവയും കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ തന്നെ അങ്ങ് വറുത്തെടുക്കാം. ആ ഒരു റോസ്റ്റായി നല്ലൊരു സ്മെല്ല് വരുമ്പോൾ പാനിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതിട്ട് ആ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്നങ്ങ് വലിച്ചെടുക്കാം. അത്രയും മതി. എന്നിട്ട് അതും പാനിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കളർ മാറുന്നത് വരെ വറുത്തിട്ട് ഒന്നങ്ങ് പൊടിച്ച് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നെയ്യൊക്കെ ഉള്ള അതേ പാനിലേക്ക് തന്നെ 1 കപ്പ് ശർക്കരപ്പൊടി ഇട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും നമ്മൾ വെള്ളം വലിച്ച് വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ അതുകൂടി ഇട്ട് നല്ല പോലെ തന്നെ അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഗോതമ്പ് പൊടിയും റവയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാ ഞാനിവിടെ നല്ല പോലെ തന്നെ അങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതുകൂടി ചേർത്ത് ഇളക്കി ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഒരു വലിയ തീ ചൂടാറുന്ന സമയത്ത് ഇതുപോലത്തെ ഉണ്ട റെഡിയാക്കി എടുക്കാം. ഇത് കുറച്ച് ദിവസം ഇങ്ങനെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അടിപൊളിയാ, എല്ലാവരും ഉണ്ടാക്കി വെക്ക്.